സിയ, അശ്വിനി, നിങ്ങളുടെ രണ്ടുപേരുടെയും പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. സിയ തുടങ്ങുമ്പോൾ ഒരു സംശയമുണ്ട്, പെട്ടെന്ന് കയറിയൊരു വിചാരിച്ചിരിക്കാണ്ട് തുടങ്ങിയ പോലത്തെ ഒരു ഫീലിംഗ് തോന്നി. അങ്ങനെയായിരുന്നോ? അപ്പോൾ കണക്ക് തെറ്റിപ്പോയോ? അല്ല, സ്റ്റാർട്ടിങ് പെർഫോമൻസ് അങ്ങനെ പെട്ടെന്ന് കയറി തുടങ്ങിയ പോലെ. ഇപ്പോൾ പല്ലവി റിഹേഴ്സലിന് പാടിയൊരു കോൺഫിഡൻസ് അതിൻ്റെ ടേക്കിൽ തോന്നിയില്ല. പിന്നെ തുണ്ട് പല്ലവിയിൽ നിഭാന പടേക വരുന്ന സ്ഥലം കുറച്ചൊരു ഷേക്കി ആയിട്ട് തോന്നി എനിക്ക്. ആ ചോടോ തേരാ സാന തുംകോ, ആ ചരണത്തിൻ്റെ ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു എക്സ്പ്രഷൻ. കുറച്ച് അവിടെ ഇവിടെ ശ്രുതിയുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പിന്നെ അശ്വിനിയുടെ പല്ലവി ഒരു ഷേക്കി ആയിട്ട് തോന്നി, പറഞ്ഞ മാതിരി ഫുൾ ഇങ്ങനെ ഒരു സ്റ്റഡി അല്ലായിരുന്നു. ഹം അപ്പിനി ചരണം തുടങ്ങിയതും ശ്രുതിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും ചെറിയ ചെറിയ ഫ്ലോസ് ഉണ്ടായിരുന്നു പാടിയതിനകത്ത്. ആ കൂടെ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആ പൂവൊക്കെ ഇവിടെ വച്ചേക്കുമായിരുന്നു, കണ്ടില്ലല്ലോ നേരത്തെ. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അസലായിരുന്നു മോനെ. നിങ്ങൾ ആ ഷാജഹാൻ മുംതാസ് ആ കാലത്തിലേക്ക് പോയോ? നിങ്ങൾ പോയോ? പോയെങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കത്തുള്ളൂ. പൂവ് എവിടെ വെച്ചു? പോക്കറ്റിലോ? അല്ലല്ല, പുറകിൽ വെച്ച്. ശരി, പൂവിൽ ഒതുക്കി കളഞ്ഞെന്നുള്ളതാണ്. താജ്മഹലിന് പകരം പൂവില് ഒതുക്കി കളഞ്ഞു അല്ലേ? ഒരു താജ്മഹൽ എടുത്ത് കൊടുക്കേണ്ടിരുന്നു. പാടിയതില് പെർഫോമൻസ് നന്നായിരുന്നു കേട്ടോ, നല്ല ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ പാടിയതിൽ വരികൾ ഒന്നുകൂടെ ഹിന്ദി പ്രൊണൗൺസിയേഷൻ ഇച്ചിരി ഒന്ന് ഭംഗിയാക്കണം നിങ്ങൾ രണ്ടുപേരും. മോള് ഒരു പോർഷൻ പാടിയില്ല, ഘബരാത്ത, എന്താ ഘബരാന, അത് വേറെ ഖബറാന്നാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഈ അക്ഷരങ്ങളുടെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ല ഹിന്ദി പ്രൊണൗൺസ് ചെയ്തിട്ടുള്ളത്. കാര്യം പറയുമ്പോൾ കംപ്ലീറ്റ് പറയാനുണ്ട് എനിക്ക് പല പോർഷൻസിലും. പക്ഷെ അത് ഒന്ന് റീഡു ചെയ്ത് നോക്കണം, അത് റിയലൈസ് ചെയ്ത് നോക്കണം പ്രൊണൗൺസിയേഷൻ്റെ കാര്യങ്ങളിൽ. പിന്നെ പല പോർഷൻസും അതിഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂഡിൽ, നല്ല ഭംഗിയിൽ വന്നിരുന്നു. പിന്നെ മോൻ നമ്മുടെ റഫീ സാബിനെ അനുകരിച്ചിട്ടൊന്നുമില്ല, യുവർ ഓൺ സ്റ്റൈലിലാണ് റെൻഡർ ചെയ്തിട്ടുള്ളത്. അത് നന്നായി. ആ ഒരു രീതിയിലുള്ള റെൻഡറിങ് നല്ലതാണ്. പിന്നെ മോളോടെ പറ്റി പറയുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ എംഫസൈസ് ചെയ്ത് പാടായിരുന്നു പോർഷൻസ് എല്ലാം, കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട്. അപ്പോൾ നമ്മൾ പാടുമ്പോൾ എടുത്തെടുത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓരോ വരികളും നമ്മളിങ്ങനെ അതിനെ അങ്ങോട്ട് എടുത്തങ്ങോട്ട് ആ ലൈനിനോട് നമ്മളിങ്ങനെ സല്ലാത്താഹെ പെഹലാത്താഹെന്ന് പറയുന്നത് പോലെ നമ്മളിങ്ങനെ അങ്ങോട്ട് അതിനെ എടുത്ത് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് കൊടുക്കണം ഓരോ ലൈൻസിന്, വേർഡ് ബൈ വേർഡ്. അപ്പോൾ എങ്കിൽ മാത്രമേ അതിൻ്റെ കറക്റ്റായി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ലൈൻസ്. ഇത് നടക്കണം, ഇത് എങ്കിലേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ മറ്റു കേൾക്കുന്നവർക്ക്. ഇതൊക്കെ ചിന്തിക്കുക. നന്നായിരുന്നു, ഗുഡ്. എനിക്ക് തോന്നിയത് ശ്രുതി, നിങ്ങൾ ലാസ്റ്റ് രണ്ടുപേരും പാടുന്ന ശ്രുതിയിൽ ചെറിയ ഒരു മിസ്റ്റേക്ക് കൊണ്ട് കുറച്ച് പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും പിന്നെയും എവിടേക്കോ നന്നായി, പിന്നെയും പക്ഷേ വലിയ പ്രോബ്ലംസ് വന്നിട്ടില്ല. സാധാരണ നമ്മൾ ഡുവൈറ്റ് പാടുമ്പോൾ വലിയ ഡിഫറൻസ് പലവർക്കും വരാറുണ്ട്. അപ്പോൾ അത്രയും പ്രോബ്ലംസ് വന്നിട്ടില്ല. കമ്പാരിറ്റീവ്ലി നമുക്കൊരു സഹിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു. ഗുഡ്. അശ്വിനി, മോളുടെ എൻട്രി വളരെ ഡ്രമാറ്റിക് ആയിരുന്നു. ഫസ്റ്റ് വെൻ ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ആളെ കാണാനില്ല. ഞാൻ അവിടെ ഇവിടെ നിന്നൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഒരാളോട് പാത്തിപ്പോൾ ഉണ്ടായിരുന്നു. No, but I liked it. It was quite dramatic, very nice. Thank you, sir. Thank you so much. And Zia, nice performance, man. Thank you, sir. ഉള്ളതൊക്കെ വെച്ച് അടിച്ചു പൊളിച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടു. വെരി നൈസ്. ആൻഡ് ഒരു നിങ്ങൾ തമ്മിൽ നല്ലൊരു ബ്ലെൻഡ്. Thank you, sir. Voice was blending fairly good. Thank you, sir. But can get better. പിന്നെ അശ്വിനി, യു ഹാവ് എ സ്റ്റൈൽ. മോളുടെ സ്റ്റൈൽ എന്ന് വെച്ചാൽ കുറച്ച് കോൺഫിഡൻറ്റ് ടൈപ്പ് ഓഫ് സിംഗിങ് ആണ്. അതായത് ഒരു തെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് യു ജസ്റ്റ് ഓവർലുക്ക് ദാറ്റ്. അതൊരു നല്ലൊരു സംഭവമാണ്. ബിക്കോസ് കാണുന്നിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. പക്ഷേ ആ ഇയേഴ്സ് ആർ ട്യൂൺഡ് മച്ച് മോർ.
അപ്പം അത് കാരണം യുനോ ഞങ്ങൾക്കത് വി കാണ്ട് ഓവർലുക്ക് ദാറ്റ്. ഞങ്ങൾക്ക് കാര്യങ്ങൾ പറയണമല്ലോ. അപ്പോൾ മോളുടെ പെർഫോമൻസും എല്ലാം വളരെ ഭംഗിയായിരുന്നു. ബട്ട് മോളുടെ ആ കോൺഫിഡൻറ്റ് സിംഗിങ്ങിൽ തന്നെ കുറച്ച് കെയർലെസ്നെസ് ഉണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും നോട്ട് ചെയ്തൊരു കാര്യം. ബട്ട് ഐ എം ടെലിങ് യു ദിസ് ടൈം. സിയ, യു ഹാവ് ടു ബി എ ലിറ്റിൽ മോർ, കുറച്ചുകൂടി അക്കോമഡേറ്റീവ് ആയിരിക്കണം. മോൻ മൈക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ ഐ തിങ്ക് യു ഡിഡ് എ ഗുഡ് ജോബ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും കലക്കാൻ തന്നെ തീരുമാനിച്ചിറങ്ങിയാണെന്നറിയാം. ആൻഡ് ഐ തിങ്ക് യു അച്ചീവ്ഡ് ഒരു 65% നിങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനിയൊരു 35% യു ഹാവ് ടു റിയലി വർക്ക് ഹാർഡ്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഗുഡ് ലക്ക്. അശ്വിനി, സിയ അല്ല മുംതാസ് ഷാജഹാൻ അങ്ങനെ പറയണമല്ലോ. ഭയങ്കര ആത്മാർത്ഥമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ രണ്ടുപേരും. ടു ഗുഡ്. ശരിക്കും ആരുടെ ആയിരുന്നു കൊറിയോഗ്രാഫി ഒക്കെ? അശ്വിനിയാണോ? അതെയോ? ആഹാ, അശ്വിനി പറഞ്ഞാൽ മതി എനിക്ക് പൂ തരണം എന്നൊക്കെ. നിത്യ ചേച്ചി കുറെ ഹെൽപ്പ് ചെയ്തു. ആഹാ, ശരി. എല്ലാവരുടെയും കയ്യിലുണ്ട് പൂ. ഐഡിയ സിയോടാണ്. അതെയോ? നോക്കട്ടെ, എന്ത് പൂവാ അത്? അയ്യേ, സിയ കൊടുക്കുമ്പോ മിനിമം ഒരു റോസെങ്കിലും കൊടുക്കണ്ട. ഞാൻ ചെമ്പരത്തി പോവാണ് അന്വേഷിച്ചത്. ഒരു റോസല്ലേ അതിന്റെ ഒരു ഇത്. പണ്ടത്തെ മുഗൾ രാജാക്കന്മാരൊക്കെ എപ്പോഴും കയ്യിലിങ്ങനെ റോസ് പിടിച്ചിട്ടാ നടക്കുക, അതറിയില്ലേ? ഞാൻ സംഘടിപ്പിച്ച തന്നെ ഒരു റോസ്. ഇത് പറമ്പെന്ന് പറിച്ചോണ്ട് വന്ന പൂവാണോ കൊടുക്ക? ഇതിപ്പോ ഇവിടെ കിട്ടിയ ഐഡിയ. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. പെർഫോമൻസ് ആയാലും പാട്ടായാലും രണ്ടുപേരും അടിച്ചു പൊളിച്ചു. താങ്ക് യു. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് എത്ര മാർക്സ് ഉണ്ട് നോക്കാം. ആദ്യം നമ്മുടെ മുംതാസിന് എത്ര മാർക്ക് ഉണ്ട് നോക്കാം. ചേച്ചി, ഔട്ട് ഓഫ് 40. 32. 32 ഔട്ട് ഓഫ് 40. ജോർജ് ഏട്ടാ? അശ്വിനിക്ക് 20. 20 ഔട്ട് ഓഫ് 30. ഓൾ റൈറ്റ് സർ. അശ്വിനിക്ക് 22. 22 ഔട്ട് ഓഫ് 30. ഓൾ റൈറ്റ്. അപ്പോൾ അശ്വിനിക്ക് ഈ പെർഫോമൻസിന് ജഡ്ജസ് തന്നിരിക്കുന്നത് 74 മാർക്സ്. ഹായ് വ്യൂവേഴ്സ്, ഇപ്പോൾ സിയുടെ കൂടെ എൻ്റെ ഡ്യുവറ്റ് റൗണ്ടാണ് കഴിഞ്ഞത്. ജോവാദക്കിയ എന്ന പാട്ടാണ് പാടിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ജഡ്ജസ് കുറേ തെറ്റുകളൊക്കെ പറഞ്ഞു, അതൊക്കെ തിരുത്തി അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് നന്നായിട്ട് വീണ്ടും പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ പ്ലീസ് ഡു വോട്ട് ഫോർ മീ. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോമാറ്റ് 2CR സ്പേസ് അശ്വിനി ASHWINI. താങ്ക് യു. ഓക്കെ, ഇനി സിയ. സർ, ഔട്ട് ഓഫ് 30. രമേശ് സർ? 24. താങ്ക് യു സർ. 24 ഔട്ട് ഓഫ് 30. ഓൾ റൈറ്റ്. ജോർജ് ഏട്ടാ? 21. താങ്ക് യു സർ. 21 ഔട്ട് ഓഫ് 30. ചേച്ചി? 33. താങ്ക് യു. 33. സിയയുടെ ഈ പെർഫോമൻസിന് ജഡ്ജസ് സിയക്ക് തന്നിരിക്കുന്നത് 78 മാർക്സ്. അപ്പോൾ ഇന്നത്തെ പെർഫോമൻസസ് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് 2 കണ്ടസ്റ്റൻസ് ആണ് ഒരേ മാർക്സോടെ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. സനൂപ് ആൻഡ് ആന്റണി, രണ്ടുപേർക്കും 80 മാർക്സ് ആണ്. അപ്പോൾ ഇവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് തരാനായിട്ട് നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചിയെ ക്ഷണിക്കുകയാണ്. എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചത്. ഇത് നിങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ 2 crore ആ പ്രൈസ് അല്ലാതെ ഇത് ചുമ്മാ നിങ്ങൾക്കൊരു സന്തോഷം കൂടുതലായിക്കോട്ടെ, അത്രയും കൂടുതൽ പ്രാക്ടീസ് ചെയ്തോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഗിഫ്റ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും എനിക്കായിരിക്കണം എന്നുള്ള വാശിയോടുകൂടി പെർഫോം ചെയ്യണം. ഇന്ന് നമ്മുടെ കണ്ടസ്റ്റൻസ് പാടിയ പാട്ടുകളെല്ലാം നിങ്ങൾ കേട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പ്ലീസ് വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ്. നിങ്ങളുടെ വോട്ടുകളാണ് ഞങ്ങളുടെ പ്രചോദനം. സോ വാച്ച് ഔട്ട് ഫോർ our next episode coming up night 8 to 9. Till then, good night.